പണ്ട് കാലത്ത് എല്ലാവരും നല്ല ഹെൽത്തി ആയിരുന്നു. ഇന്നുള്ള അസുഖമൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്റെ അപ്പൂപ്പനൊക്കെ 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരുന്ന ആളാണ്. ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ ഇതുവരെ കണ്ടുണ്ടാവും. ഈ ഒരു വാദം സർവൈവർഷിപ്പ് ബയാസ് ആണ്. അപ്പൊ എന്താണ് സർവൈവർഷിപ്പ് ബയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവൈവ് ചെയ്ത അഥവാ കൂടെ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്ന ആളുകളുടെ ഉദാഹരണം മാത്രം നോക്കിയിട്ട് ബാക്കി എല്ലാവരെയും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് വിന്നേഴ്സിനെ മാത്രം നമ്മൾ കാണും, ലൂസേഴ്സിനെ കാണില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ മനു എസ് പിള്ളയുടെ ഐവറി ത്രോൺ എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോൾ, രാജകുടുംബം എന്ന് പറയുമ്പോൾ റോയൽ ലൈഫ്, സൂപ്പർ ഹെൽത്തി ആയിരിക്കും, ലോങ് ലൈഫ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ സത്യം അങ്ങനല്ല. 2 എക്സാമ്പിൾ പറയാം. ഒന്ന് അശ്വതി തിരുനാൾ. പുള്ളി ഒബീസിറ്റി കാരണമാണ് മരണപ്പെടുന്നത്. റോയൽ ആയിരുന്നെങ്കിലും പുള്ളിയുടെ ഹെൽത്ത് സേഫ് ആയിരുന്നില്ല. ഇനി അടുത്ത ഒന്നാണ് ചതയം തിരുനാൾ മഹാരാജാവ്. അദ്ദേഹത്തിനാണെങ്കിൽ ഡയബറ്റീസ്, ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊന്നും പോരെങ്കിൽ എക്സസൈസും ഇല്ല. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ്? ഏർലി ഡെത്ത്. ഇതുപോലെ രാജകുടുംബത്തിൽ തന്നെ പലർക്കും ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പൊ അന്ന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. സോ കോർ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചു, അല്ലെങ്കിൽ ഒരുപാട് നാൾ അസുഖങ്ങളില്ലാതെ ജീവിച്ചു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ആ കാലത്തുള്ള എല്ലാവരും ഹെൽത്തി ആയിരുന്നു എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. അത് ജസ്റ്റ് സർവൈവർഷിപ്പ് ബയാസ് വെച്ച് പറയുന്നതാണ്. ഹിസ്റ്ററി ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഹെൽത്തിന്റെ കാര്യം ആയിക്കോട്ടെ, സർവൈവേഴ്സിനെ മാത്രം നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. പകരം അതിന്റെ ഒരു ഫുൾ പിക്ചർ കാണാൻ ശ്രമിക്കുക.